ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ലോഗ് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും സ്റ്റഡീസ് തന്നെയായിരിക്കും ഉണ്ടാവുക. വേറെ കാര്യമായിട്ടൊന്നുമില്ല, കാരണം ഇതൊരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ലോഗാണ്. പിന്നെ ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന സമയത്ത് കുറേ ബേബി ബ്രത്ത് ഫ്ലവർ ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെണ്ണം വാങ്ങിച്ചു. അപ്പം ഈ ഒരു ചെറിയ പോട്ടിലാക്കിയിട്ട് ഇത് ടേബിളിൻ്റെ സൈഡിൽ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്, ഒരു അസ്തെറ്റിക്കിന്. ഇതിങ്ങനെ ആക്കി വെച്ചപ്പോൾ തന്നെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഞാനൊരു 2 ഇയേഴ്സ് ബാക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ടൗണിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ടേബിളിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വയ്ക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്ലവറാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു വീഡിയോ സ്റ്റഡി വ്ലോഗ് ആണല്ലോ, അതുകൊണ്ട് ആസ് യൂഷ്വൽ ഞാൻ ഈ ഒരു ഗൈഡ് എടുത്തിട്ട് പഠിക്കാനൊക്കെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഗൈഡ് തന്നെ റിഫർ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിൽ നിന്നൊക്കെ മെയിനായിട്ട് പഠിക്കാനായിട്ട് ഈ ഒരു ഗൈഡിൽ നിന്നാണ് തരാറുള്ളത്. വീക്ക്ലി എക്സാംസ് ഉണ്ടാവും. പിന്നെ അല്ലാതെ ക്ലാസ്സിൽ നിന്ന് തരുന്ന നോട്ട്സും പിന്നെ നമ്മൾ സെൽഫായിട്ട് പഠിക്കുന്ന കാര്യങ്ങളും വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓരോ വീക്കിലേക്കും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലേക്കും പഠിക്കാനായിട്ട് അത്യാവശ്യം കുറേ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ ഈയിടെയായിട്ട് കുറച്ചൊന്ന് വീക്കായിട്ടുണ്ടായിരുന്നു സ്റ്റഡീസിലൊക്കെ. പിന്നെ ഞാൻ തന്നെ ഇപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. മാക്സിമം കാര്യങ്ങളൊക്കെ പഠിച്ച് തീർക്കണം ഓരോ എക്സാംസിനേക്കും വേണ്ടിയിട്ട്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടനെ ഉള്ള ആ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് പഠിക്കുന്നതാണ് കേട്ടോ ഇത്. എന്തായാലും ആ ഒരു ഡേ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇനിയും മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഇരുന്ന് പഠിക്കുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് ഫ്രഷപ്പൊക്കെ ആയി കഴിഞ്ഞ് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ആണ് കേട്ടോ പഠിക്കാനിരിക്കുക. എനിക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാനിരിക്കാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈവനിങ് ടു മിഡ് നൈറ്റ് ആണ്. കാരണം ആ ഒരു ടൈം എന്നെ സംബന്ധിച്ച് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. പിന്നെ ഞാനൊരു നൈറ്റ് ഓളാണ്, നോട്ട് എ മോർണിംഗ് പേഴ്സൺ. സോ എനിക്ക് നൈറ്റ് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു നോട്ട് പാഡിൽ ഞാൻ എന്താ എഴുതാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സാണ് കേട്ടോ. ഈ ഇയേഴ്സൊക്കെ റെഡ് ഇങ്ക് കൊണ്ടും അതിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ബ്ലാക്ക് ഇങ്ക് കൊണ്ടുമാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. എന്തെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എവിടെയൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണുന്ന സമയത്ത് അത് ഈ ഒരു ബുക്കിലേക്ക് ഞാൻ എടുത്ത് എഴുതാറാണ് പൊതുവേ ചെയ്യാറുള്ളത്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇത് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയേഴ്സൊക്കെ പഠിക്കാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ. ഏകദേശം ഒരു 4:30 ഇരുന്ന പഠിത്തം ഏകദേശം ഈ ഒരു ടൈം വരെ ആയിട്ടുണ്ട് ഇപ്പം. അപ്പം ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷം പിന്നെ വന്ന് ഇരുന്ന് പഠിക്കാൻ കേട്ടോ.
പിന്നെ ഞാൻ കമ്പൈൻ സ്റ്റഡി ഒന്നും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ഇതിൻ്റെ മെയിൻ റീസൺ ഞാൻ ഭയങ്കര സ്ലോ ലേണറാണ്. കാരണം എനിക്ക് വേറൊരാൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തന്നാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പകരം ഞാൻ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വായിച്ച് പഠിക്കുന്ന സമയത്ത് എനിക്കത് നന്നായിട്ട് മനസ്സിലായ കാര്യം എന്തായാലും കുറേ നാളത്തേക്ക് മൈൻഡിൽ നിൽക്കും. പക്ഷേ കുറേ ഗ്രൂപ്പൊക്കെ ആയിട്ടിരുന്ന് പഠിക്കുന്ന സമയത്ത് എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറില്ല. ഞാൻ തന്നെ സ്വന്തമാക്കി എന്നെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റഡി സെഷൻ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. ഈ ഒരു ഡേ എനിക്ക് ക്ലാസ്സുള്ള ഒരു ഡേ ആണ്. പിന്നെ എനിക്ക് എക്സാംസും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മെയിനായിട്ട് സ്റ്റഡീസിലേക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഞാനൊരു പക്കാ സ്റ്റഡി വ്ളോഗ് ആ ഒരു പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെ എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടായിക്കോട്ടെ. പിന്നെ നിങ്ങൾ കുറേ പേർക്ക് എക്സാംസ് ഒക്കെയാണ്, അപ്പോൾ നല്ല മോട്ടിവേഷനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ ആംഗിളൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ. എനിക്ക് 9 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് കേട്ടോ ക്ലാസ്സിലേക്ക് പോകുന്നത്. ക്ലാസ് പോയി കഴിഞ്ഞാൽ ഞാൻ അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാറില്ല. കാരണം എനിക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവാറില്ല വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട കാര്യം. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ബാഗിലുള്ള ബുക്സും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റുകയാണ്. റൂമിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ജനലൊക്കെ തുറന്നിടുക എന്നുള്ളത്. കാരണം നന്നായിട്ട് കാറ്റൊക്കെ കയറി ഒരു ഫ്രഷ് വൈബ് ഉണ്ടാവണം പഠിക്കാനിരിക്കുമ്പോഴേക്കും. പിന്നെ ഇന്ന് എക്സാംസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ ഫയലിലേക്ക് മാറ്റി വെക്കുകയാണ്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ ഓൾറെഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയും പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അപ്പം ടൈം കിട്ടുമ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ എനിക്കൊരു 2-3 മന്ത്സ് കഴിഞ്ഞാൽ എക്സാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാനർ ഉണ്ടാക്കാൻ പോവാണ്. ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം കണ്ടൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. പിന്നെ ഇതിപ്പോൾ ഭയങ്കര എക്സാമൊക്കെ ആവാനായതുകൊണ്ട് തന്നെ ട്രെൻഡിങ്ങിലിരിക്കുന്ന ഒരു കാര്യവുമാണ്. പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പം ഞാനൊരു വിൻറ്റേജ് വൈബിലാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു ബ്രൗൺ കവർ കിട്ടത്തില്ലേ, അതാണ് കേട്ടോ യൂസ് ചെയ്തേക്കണേ. അതിങ്ങനെ ഒരു പേപ്പറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത്രയും ഷീറ്റ്സാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറേ പേജസിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഇതിൻ്റെ എല്ലാം സെൻറ്ററിൽ മടക്കിയതിന് ശേഷം ഓരോ പേപ്പറും ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കുക. എന്നിട്ട് ഞാൻ ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് ഒരു ബുക്ക് പോലെ ആക്കി എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സൂചിയും നൂലും വെച്ചിട്ട് തുന്നാനും പറ്റും കേട്ടോ. ഇപ്പോൾ ഇതൊരു മിനി ബുക്ക് പോലെ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പേപ്പറിന് ഭയങ്കര കട്ടി കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ന്യൂസ് പ്രിൻറ്റ് പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിൽ ഒട്ടിക്കാനായിട്ട്.
പിന്നെ ഞാൻ സ്റ്റിക്കി നോട്ട്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റിക്കി നോട്ട്സ് മെയിനായിട്ട് ഈ ഒരു ഫ്രണ്ട് പേജിൽ 1-2 കാര്യങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ ഞാനിപ്പം എക്സാമിൻ്റെ പേരാണ് കേട്ടോ ഈ ഒരു പേപ്പറിൽ കട്ടിങ്ങിൽ എഴുതി വെക്കുന്നത്. ഇനിയിപ്പോൾ സ്റ്റിക്കി നോട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ എന്തെങ്കിലും പേപ്പർ വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഏതായാലും സ്റ്റിക്കി നോട്ട്സൊക്കെ ഒട്ടിക്കല്ലേ, എന്നാൽ ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടുള്ളത് ഒട്ടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഭയങ്കര ഒരുപാട് കളക്ഷൻ ഒന്നുമില്ല, ആകെ 1, 2, 3 എണ്ണമൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. പിന്നെ ഒരു ഭംഗിക്ക് 1-2 സ്റ്റിക്കേഴ്സും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ. എല്ലായിടത്തൊന്നും ആഡ് ചെയ്യുന്നില്ല, ഈ ഒരു ഫ്രണ്ട് പേജിൽ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഓരോ പേജിലും ഇതുപോലെ ഈ ഒരു ന്യൂസ് പ്രിൻറ്റിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പേപ്പർ ഭയങ്കര തിന്നായിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ എസ്തറ്റിക് ആകുമ്പോൾ ഒരു വിൻറ്റേജ് വൈബ് കുറച്ചും കൂടെ കിട്ടും കേട്ടോ. ഈ ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിക്കുന്നത് ഗോൾസൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ എന്തിനൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഓരോ പർപ്പസ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഏറ്റവും ടോപ്പിൽ ഞാൻ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഇടയിൽ ആ എക്സാമിൻ്റെ ഡേറ്റ്, പിന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്ക്, റാങ്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് മോട്ടിവേഷണൽ കോഡ്സുമാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പേജിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് സിലബസാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ എക്സാം ടൈം ടേബിളൊക്കെ എഴുതാം. അതിൻ്റെ പുറത്ത് എക്സാം ആകുമ്പോഴത്തേനും ചെയ്യേണ്ട ഗോൾസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നത്തെ പേജസിലൊക്കെ ഏതൊക്കെ ടോപ്പിക്കാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു എക്സാമിൻ്റെ ഡേറ്റിന് മുന്നേ പഠിച്ച് തീർക്കേണ്ടത് എന്നുള്ളതാണ്. ഇത്രയും ടോപ്പിക്സ് അല്ല, ഒരുപാട് ടോപ്പിക്സ് ഇനിയും ബാക്കിയുണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ടോപ്പിക്സാണ് എഴുതിയിട്ടുള്ളത്. പിന്നത്തെ പേജസിലൊക്കെ ആ ഒരു എക്സാം ഡേറ്റ് വരെയുള്ള കലണ്ടറും പിന്നെ അന്നൊക്കെ പഠിക്കേണ്ട ടോപ്പിക്സുമാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ഇടുക കേട്ടോ.